എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വചനങ്ങൾ വായിക്കുകയായിരുന്നു. ആ അവസരത്തിൽ ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയുകയാണ്. നിനക്ക് ഭക്ഷണം നൽകുവാൻ വിധവയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ വന്ന് തൻ്റേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അദ്ദേഹം മാറി താമസിക്കേണ്ടി വരികയാണ്. അങ്ങനെ മാറി താമസിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായതാണ്, നിനക്ക് ഭക്ഷണം നൽകാൻ വിധവയെ ഏൽപ്പിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 17 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് അതാണ്. ഏലിയ സ്വന്തം സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിട്ട് സെറഫോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. 3 വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല. പുല്ലുകളെല്ലാം കത്തിക്കരിഞ്ഞു, മൃഗങ്ങളെല്ലാം ചത്തു നശിച്ചു. അങ്ങനെ വളരെ വിഷമതയിൽ ജീവിക്കുമ്പോഴാണ് സെറഫോത്തിൽ പോയി താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന അവസരത്തിൽ ഏലിയ പ്രവാചകനൊരു വലിയ കാഴ്ച കാണുകയാണ്. ഒരു സ്ത്രീ ചുള്ളി വിറകുകൾ പറക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം താ. അവൾ ഈ പ്രവാചകന് കൊടുക്കാനായിട്ട് അല്പം വെള്ളമെടുക്കാൻ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ പോകുന്ന വഴിക്ക് പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ഒരപ്പം ഉണ്ടാക്കി തരിക. അവൾ തിരിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടില് 2 അപ്പം ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ആദ്യം നീ ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി താട്ട്. ഏതായാലും ആ വിശക്കുന്ന മനുഷ്യന്റെ വിശപ്പ് മനസ്സിലാക്കി ആ മനുഷ്യന് ഈ വിധവ അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ചെറിയ അപ്പം തിന്ന് പ്രവാചകൻ സന്തോഷത്തോടെ അവിടെ കഴിയുകയാണ്. അതിനുശേഷം വരുന്ന ഒരു വചനമാണ്, അവളുടെ കുടത്തിലെ എണ്ണ വറ്റിയില്ല, കലത്തിലെ മാവും തീർന്നുമില്ല. അവൾ അപ്പം ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ, ബാക്കി എണ്ണയും മാവും വർദ്ധിപ്പിച്ച് നൽകിയത് ദൈവമാണ്. ആ അപ്പത്തിൽ നിന്ന് അവൾക്ക് പിന്നെ ആ വരൾച്ചയെല്ലാം മാറുന്നതുവരെ, അവളുടെ ദാരിദ്ര്യമെല്ലാം മാറുന്നതുവരെ അവളുടെ കുടത്തിലെ എണ്ണ പറ്റിയില്ല, കലത്തിലെ മാവ് തീർന്നതുമില്ല. ഇതുപോലെയാണ് ദൈവം ഇടപെടുന്നത്. നമ്മളൊരു സാധനം പ്രാർത്ഥനാപൂർവം വിശക്കുന്നവരൊരു അപ്പം കൊടുക്കുമ്പോൾ, അല്പം ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമർത്ഥമായി ഇടപെടും. അങ്ങനെ അവർ കഴിയുന്ന അവസരത്തിലാണ് പിന്നീട് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഏലിയായുടെ ഇങ്ങനെ കഴിയുന്ന അവസരത്തിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിധവയുടെ ഏക മകൻ മരിച്ചു. ഈ അവസരത്തിൽ ഈ വിധവ പ്രവാചകനോട് ചോദിക്കുക, എന്റെ മകനെ കൊല്ലാനായിട്ടാണോ നീ ഇങ്ങ് വന്നത്? മരിച്ച കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ പ്രവാചകൻ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അവിടെ ആ കുഞ്ഞിന്റെ മുകളിലേക്ക് കരങ്ങൾ ഉയർത്തി ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ശരീരം ആ കുഞ്ഞിന്റെ മുകളിലേക്ക് വെച്ചു എന്നാണ് വചനം പറയുന്നത്. ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. തിരിച്ച് ജീവനുള്ള കുഞ്ഞിനെ ഉയർപ്പിച്ച് ജീവൻ നൽകി പ്രവാചകൻ തിരിച്ചേൽപ്പിച്ചു. ആത്മശരീരങ്ങളോടെ ദൈവത്തിന്റെ അരികിലേക്ക്, സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ഈ ഏലിയ പ്രവാചകൻ മാത്രമാണ്. ഏലിയായുടെ ജീവിതത്തിൽ നദി കടക്കേണ്ടി വരുന്ന ഒരു അവസരത്തിൽ തൻ്റെ തോളിൽ കിടന്ന മുണ്ടെടുത്ത് പുഴയിൽ അടിക്കുമ്പോൾ ആ വെള്ളം മാറി സുഖമായി യാത്ര ചെയ്യാൻ പറ്റി. എലിയായുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള
ധാരാളമായ സംഭവങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏലിയ, നീ അവിടെ എന്തു ചെയ്യുകയാണ്? ഏലിയ പറഞ്ഞ ഒരു ഉത്തരം, ഞാൻ എൻ്റെ യാഹ്വയെ, എൻ്റെ ദൈവത്തെ പ്രതി ജ്വലിക്കുകയാണ്. ദൈവത്തെ പ്രതി ആരെല്ലാം ജ്വലിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ആയിരമായിട്ട് അനുഭവങ്ങളായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തെ പ്രതി ജ്വലിക്കുന്ന മനുഷ്യരാണോ നമ്മളെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് രോഗം വരുമ്പോൾ ആ ദൈവത്തെ പ്രതി നമുക്ക് ജ്വലിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അരിപ്പാത്രത്തിന് അരിയില്ലാതെയാകുമ്പോൾ ദൈവത്തിന് വേണ്ടി ജ്വലിക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളുടെ അരിപ്പാത്രത്തിലേക്ക് അരി കൊണ്ടുവന്ന് തരും. നിങ്ങളുടെ ഭവനങ്ങൾ ഒരിക്കലും ദാരിദ്ര്യത്തിലോ ബുദ്ധിമുട്ടിലോ കഷ്ടതയിലോ വിഷമത്തിലോ കഴിയില്ല. ദൈവത്തെ പ്രതി ജ്വലിക്കുക. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതി ജ്വലിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തെ പ്രതി ജ്വലിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 17 മുതൽ 17 അധ്യായത്തിലെ 17 മുതൽ 24, 18 അധ്യായത്തിലെ 20 മുതൽ 40 വരെയുമുള്ള വചനങ്ങൾ. നിങ്ങളെ എല്ലാവരെയും ദൈവത്തെ പ്രതി ജ്വലിക്കുന്നവരാകുവാൻ ഈ പുസ്തക ഭാഗം ഒന്ന് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.